3 ദിവസമായി പരുന്തിനെ പേടിച്ച് പുറത്തിറങ്ങാതെ കുട്ടികൾ. പനമ്പാട് നവോദയം വായനശാലയ്ക്ക് സമീപം താഴത്തിൽ അജിത്തിന്റെ വീട്ടിലാണ് പരുന്തിന്റെ പരാക്രമം. കുട്ടികൾ വളർത്തുന്ന പ്രാവിന്റെ കൂടിനരികെ പരുന്തിനെ കണ്ടപ്പോൾ അതിനെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചതു മുതലാണ് കുട്ടികളെ പരുന്ത് പിന്തുടരാൻ തുടങ്ങിയത്. പ്രദേശത്ത് പരുന്തിന്റെ ആക്രമണം ഇതാദ്യമായാണ്. കുട്ടികളെ വിടാതെ പിന്തുടർന്ന് ഇവ പറന്നെത്തും. പ്രാവിൻ കൂട്ടിനരികിലേക്ക് വരുന്ന പരുന്തിനെ കണ്ടപ്പോൾ അതിനെ ആട്ടി ഓടിച്ചിരുന്നു. ഇതാണ് പൊല്ലാപ്പായത്. കുട്ടികൾ ഉറക്കെ കരയും. കരച്ചിൽ കേട്ട് ഓടിയെത്തിയ സുജിത്തിന്റെ നേരെ പറന്നെടുത്ത പരുന്തിനെ കണ്ട പിന്നോട്ട് മാറിയപ്പോൾ കാൽ മടങ്ങി വിരലിന്റെ എല്ല് പൊട്ടി ബാൻഡേജ് ഇട്ടു. തലയിൽ പരുന്തിന്റെ കാൽ കൊണ്ട് മുറിവേൽക്കുകയും ചെയ്തു. ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ് പരുന്ത് ഇങ്ങനെ പെരുമാറുന്നത് എന്നും പരുന്ത് വെറുതെ ആരെയും ഉപദ്രവിക്കാറില്ല എന്നും മനുഷ്യരുമായി ഇണങ്ങുന്ന പ്രാകൃതമുള്ള പക്ഷിയാണ് എന്നൊക്കെയുള്ള വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷവും പരുന്തിന്റെ പരാക്രമണത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. പ്രദേശത്തുകാരായ കരുണക്കോട്ട് രജീഷ്, മലയംകുളത്ത് ശകുന്തള എന്നിവരുടെ നേരെയും പറന്നെടുത്ത പരുന്തിന്റെ നഖം കൊണ്ട് മുറിവേറ്റ് 2 പേരും ചികിത്സ തേടി. പരുന്തിനെ എന്ത് ചെയ്യണമെന്നറിയാതെ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ് അജിത്തും കുടുംബവും. NCV ന്യൂസ്, മാറഞ്ചേരി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.